ഹായ്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാബ് നമ്പർ 25 കണ്ടിന്യൂറ്റി. ഈ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്കാണ്. നമ്മൾ +1 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കുന്നില്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എപ്പോൾ, ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നത് എപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതേ സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലിമിറ്റ്സ്, നമ്മൾ ലിമിറ്റ്സിൻ്റെ ലാബ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിമിറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റിയും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലിമിറ്റ്സും കണ്ടിന്യൂറ്റിയും അത്യാവശ്യം കണക്റ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും റിസ്ക് ഒന്നും ഇല്ലാത്ത അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടിന്യൂറ്റി. അപ്പോൾ പേര് കണ്ടിന്യൂറ്റി, ചാപ്റ്റർ നമുക്ക് ഭയങ്കര ടഫാണെങ്കിലും ലാബ് ടഫാണെന്ന് വിചാരിക്കരുത്, വെരി ഈസി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്, ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വെറുതെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഡൊമെയിനിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ ഗ്രാഫ് വരച്ചത് റഫ് ഫിഗർ ആണ് വരയ്ക്കുന്നത്, ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചത് എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചത്. ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഒരു ബ്രേക്കിംഗ് വന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ബ്രേക്കിംഗ് വന്നത് എക്സ് ആക്സിസിലെ, ഞാനിങ്ങനെ താഴോട്ടേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് എക്സ് ആക്സിസിലെ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എടുത്ത സമയത്താണ് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഒരു ബ്രേക്കിംഗ് കാണാൻ പറ്റിയത്. അതായത് ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് അല്ലാതെ വരച്ചത്. അപ്പോൾ നമ്മൾ ഈ സീനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന്. എന്താണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി? അപ്പോൾ ഇവിടെ ഞാൻ നേരെ താഴോട്ടൊരു സി എന്ന് പറഞ്ഞ പോയിന്റ് വരച്ചിട്ടുണ്ടെങ്കിലോ, ഈ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം എക്സ് ആക്സിൽ ആ പോയിന്റ് കൂടെ കടന്നു പോകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ബ്രേക്കിംഗ് ഒന്നും സംഭവിക്കുന്നില്ല, വളരെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഗ്രാഫ് പോകുന്നുണ്ട്. ഇത്രയുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിന്റ് സി. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയണമെങ്കിൽ നോക്കുക, ഞാൻ മൗസ് കൊണ്ട് എഴുതുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. അതായത് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ, കണ്ടിന്യൂസ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, എഴുതിയത്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആരുടെ? സിയുടെ. ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആരുടെ? നിങ്ങളുടെ ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കേട്ടോ. സിയുടേതല്ല, സിയിലുള്ള ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. അതേപോലെ തന്നെ സിയിലുള്ള ആ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? എഫ് ഓഫ് സി. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ മാത്രമേ, ഞാനിത് എഴുതുന്നത് നിങ്ങളിപ്പം തന്നെ നോട്ടിൽ എഴുതി വെക്കുക. ഇതൊക്കെ തിയറി പാർട്ടായിട്ട് നിങ്ങളോട് എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വൈവൊക്കെ വരാൻ പോകുന്ന ടൈപ്പ് ചോദ്യങ്ങളാണിത്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുക? അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ആ പോയിന്റിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂം സെയിം ആകുന്ന സമയത്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. എവിടെ? സി എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാത്ത കേസോ, അവിടെ ഒന്നെങ്കിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കില്ല, അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂവിന് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കില്ല. അപ്പോഴാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുക. ഡിസ്കണ്ടിന്യൂസ് എന്നാണ് നമ്മൾ പറയാം. അത് രണ്ടും കൃത്യമായിട്ട് ആലോചിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫൊക്കെ കാണാം. ഞാനിത് എക്സാമിന് വന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാമിന് വന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇതിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. ഞാൻ എക്സാമിന് വന്ന രീതിയിൽ കറക്റ്റ് ചോദ്യം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നതാണ്. ഞാനത് ഒരു എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. നോക്കും. യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് എഫ് ഓഫ് എക്സ്, ഇഫ് വെച്ചിട്ട് ചെയ്താൽ മതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ -1, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x. ഡ്രോ ദ ഗ്രാഫ് എന്നല്ലേ പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യം ഗ്രാഫ് ഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രാഫ് ഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ജിയോജിബ്ര എടുക്കുന്നു. എന്നിട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ -1, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x അല്ലേ. അപ്പോൾ നോക്കാം, ഗ്രാഫ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുകയാണ് ഇൻപുട്ടിൽ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല, ആദ്യം ഇഫ് കൊടുക്കണം. ഇഫ് കണ്ടീഷൻ ഉണ്ട്, പക്ഷേ നിങ്ങളെ കണ്ടീഷൻ 3 കണ്ടീഷനായിട്ട് നമ്മൾ എഴുതുന്നത് കൊണ്ടേ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് തുടങ്ങിയാൽ മതി. ബ്രാക്കറ്റ് എൻഡ് ചെയ്തു, ഞാൻ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. ഇഫ് ആദ്യം ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ ആ സമയത്ത് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ -1 ഓക്കെ, നിങ്ങൾ ഗ്രാഫിൽ കാണാം. രണ്ടാമത്തത് കോമഡാണ്, അല്ലെങ്കിൽ ഉത്തരം കിട്ടില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x ആണ്. അപ്പോൾ അതാ നോക്ക്, ഇതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ച ചോദ്യം. ഇതൊരു മുൻ വർഷത്തെ PYQ ആണ്. അപ്പോൾ അതാ നോക്ക്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2ൽ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്.
ഇഫ് ഡിസ്കണ്ടിന്യൂസ് റൈറ്റ് ദ റീസൺ ഫോർ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ ഓരോ കാര്യവും നിങ്ങൾ എഴുതണം കേട്ടോ. യൂസ് ദി ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് സ്കെച്ച് ഇടുന്നോ അല്ലെങ്കിൽ ഗ്രാഫ് ക്രിയേറ്റഡ് എന്നിട്ട് ഞാൻ പറഞ്ഞ എഴുതുക. എന്നിട്ട് എക്സ് ഈക്വൽ ടു 2 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നോക്ക്, എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം LHL RHL നോക്കുക. നിങ്ങൾക്ക് നോക്കാം, വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. LHL ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് വരുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ നോക്ക്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അതായത് LHL എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ 2ലുള്ള കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ എഴുതണമൊന്നുമില്ല. 2 എടുക്കുക. 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് വരുന്ന സമയത്ത്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു വാല്യൂ എടുത്താൽ അത് ഫംഗ്ഷനിൽ ആർക്ക് നേരെയാന്ന് നോക്കുക. ഫംഗ്ഷനിൽ അത് ഇവിടെ എത്തും ഏകദേശം. അത് ആരുടെ വാല്യൂയാ? 3ക്ക് നേരെയുള്ള വാല്യൂ. അപ്പോൾ LHL എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി 2ൻ്റെ RHL നോക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ കിട്ടുക 4 ആണ്. അപ്പോൾ LHL 3യും RHL 4. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. LHL at x equal to 2 is 3. LHL എത്ര നിങ്ങൾക്ക് കിട്ടിയത്? 3 ആണ്. ആൻഡ് RHL എത്രയാ? 4 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നിങ്ങൾ റീസൺ ഇത്ര എഴുതിയാൽ മതി. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? അല്ല. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും. എങ്ങനെ? എടാ, ഇവിടെ ഒരു ബ്രേക്കിംഗ് സംഭവിച്ചില്ല. ഗ്രാഫിൽ ബ്രേക്കിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടിന്യൂസ് അല്ലല്ലോ. അപ്പോൾ നോക്ക്, എക്സ് ഈക്വൽ ടു 2ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 3യും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 4ഉം ആണ്. അപ്പോൾ LHL ഈസ് നോട്ട് ഈക്വൽ ടു RHS അല്ല, RHL. സോ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അത് ഗ്രാഫ് ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ എഴുതണം. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ അതിനുള്ള റീസൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. വേണമെങ്കിൽ അതിങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു, നിങ്ങൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് നാട്ടോ എഴുതുക. 2 മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എങ്ങനെ എഴുതുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് കിട്ടി. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് പറഞ്ഞത്. ക്ലിയർ? ഐഡിയ മനസ്സിലായോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത് നോക്കിക്കോ. ക്രിയേറ്റ് എ സ്ലൈഡർ കെ വിത്ത് ഇൻക്രിമെന്റ് 0.1 യൂസിങ് ദി ഇൻപുട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 ആണെങ്കിൽ KX മൈനസ് 3, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ 3x മൈനസ് 6. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ഫംഗ്ഷൻ ബിക്കം കണ്ടിന്യൂസ്. ഇത് നമ്മൾ ലിമിറ്റിലും ചെയ്യുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ലിമിറ്റിൽ ഓൾറെഡി നമ്മൾ ഈ ടൈപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഗ്രാഫ് എടുത്തിട്ട് ഇത് നേരത്തെ ചെയ്തത് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് മാറ്റാം. ഇത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ആദ്യം ചെയ്തത് ഒഴിവാക്കി. എന്നിട്ട് കെ ഈക്വൽ ടു ഇൻക്രിമെൻറ്റ് 0.1ൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കെ എന്ന് പറഞ്ഞത് തന്നെ കൊടുക്കണം. സ്മോൾ ലെറ്റർ കെ കൊടുത്തു. ഇൻക്രിമെൻറ്റ് 0.1 ആണ് പറഞ്ഞത്. 0.1 ഇൻക്രിമെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് ഫംഗ്ഷൻ നിങ്ങളോട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കിക്കേ. അല്ലെങ്കിൽ നിങ്ങൾ അത് ഇഫ് കണ്ടീഷൻ വെച്ച് ചെയ്താൽ മതി. ഇഫ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ബ്രാക്കറ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങും ക്ലോസിങ്ങും ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുക. നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ് ഇട്ടിട്ട് ടൈപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അത് എൻ്റെ ഒരു കംഫർട്ടിന് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് നോക്ക്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ KX മൈനസ് 3, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ 3x മൈനസ് 6. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സിസ്റ്റത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് തരിക. സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇങ്ങനെ മൗസിൻ്റെ നിങ്ങളുടെ ഈ കേസറില്ലേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൊത്തം സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താലും മതി. ചില സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു എറർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ KX മൈനസ് 3. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഒക്കെ അടിക്കുന്നത് അറിയണേ. ഷിഫ്റ്റ് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ലെസ് ദാൻ സിമ്പിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിമ്പിൾ നിങ്ങൾക്ക് വരും. ആൻഡ് KX മൈനസ് 3 അല്ലേ? അപ്പോൾ അതാ നോക്ക്, ക്യാപിറ്റൽ അല്ലല്ലോ, അല്ല ക്യാപിറ്റൽ ആവരുത്, സ്മോൾ തന്നെ കൊടുക്കണേ. കാരണം സ്ലൈഡറിൽ നമ്മൾ കൊടുത്തത് സ്മോളാണ്. KX മൈനസ് 3. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ പിന്നെ നമ്മളോട് പറഞ്ഞത് ഒരു കോമഡിയും കൊടുക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ
3x മൈനസ് 6 അല്ലേ, അപ്പോൾ നമുക്ക് 3x മൈനസ് 6 എന്നും കൊടുക്കാം. സോ 3x മൈനസ് 6 ഇതാ ഫംഗ്ഷൻ കിട്ടി. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനി ചോദ്യം നോക്കിക്കോ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഗ്രാഫ് സ്കെച്ച്ഡ്, ഗ്രാഫ് വരച്ചു അല്ലെ, ഗ്രാഫ് ക്രിയേറ്റഡ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ഫംഗ്ഷൻ ബിക്കം കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന കെയുടെ വാല്യൂ ഏതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇവിടെ കൊടുത്തത് kx മൈനസ് 3 എന്നാണ്. ഇപ്പോൾ ഇവിടെ k 1 ആയതുകൊണ്ടാണ് ഇവിടെ 1 × x മൈനസ് 3 വരുന്നത്. ഇതിനിപ്പോൾ ഞാൻ നേരെ സ്ലൈഡറിൽ സെലക്ട് ചെയ്തിട്ടേ ഈ സ്ലൈഡറിൻ്റെ വാല്യൂ ഞാനൊന്ന് നീക്കുകയാണ് എന്ന് വിചാരിച്ചോ. ഇതാ നോക്ക്, സ്ലൈഡർ ഞാനിതാ ഒന്ന് 1.6 ആക്കിയാൽ 1.4 ആക്കിയിട്ടുണ്ട്. ഇവിടെ കെൻ്റെ വാല്യൂ മാറി, ഇവിടെ നിങ്ങൾക്ക് കാണാം. കാരണം kx മൈനസ് 3 എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ എഴുതിയത്. ആ ബ്ലൂ ബോക്സ് കണ്ടില്ലേ, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ kx മൈനസ് 3. അപ്പോൾ k 1.4 ആണെങ്കിൽ 1.4. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതാ നോക്ക്, 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1ലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1ൽ വരുന്ന k ഈക്വൽ ടു 1 ആകുന്ന സമയത്താണ് ഈ 3 എന്ന് പറയുന്ന പോയിന്റിലുള്ളത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യും. കാരണം 3ലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസോ ഡിസ്കണ്ടിന്യൂസോ ആകുക. അത് നിങ്ങൾ കണ്ടിന്യൂറ്റി പഠിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ x 3നേക്കാൾ കുറവാകുന്ന ഏതൊരു സ്ഥലത്തും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം ഇത് പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 3നേക്കാൾ കുറവാകുമ്പോൾ ഫംഗ്ഷൻ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അവിടെ എവിടെയും ബ്രേക്കിംഗ് ഇല്ല, അപ്പോൾ കണ്ടിന്യൂസ് ആണ്. 3നേക്കാൾ കൂടുതലാകുമ്പോൾ 3x മൈനസ് 6 അതും ഒരു ലൈൻഡ് ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയൽ ആണെങ്കിൽ അതും എന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 3ൽ മാത്രമേ പ്രശ്നം വരൂ. അപ്പോൾ 3ൽ ഇത് കണ്ടിന്യൂസ് അല്ല. പക്ഷെ കണ്ടിന്യൂസ് ആക്കണമെങ്കിൽ ഈ k, ഈ 1 ആ 1ന് പകരം kക്ക് പകരം 1 കൊടുത്തത്, അത് നിങ്ങൾ മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. ഇപ്പം 3ലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0യാ, ശരിയല്ലേ. 3ലുള്ള റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് വരുന്ന സമയത്ത് വാല്യൂ വരുന്നത് 3യാ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0യും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 3യും രണ്ട് ഈക്വൽ അല്ല. സോ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 3 കറൻറ്റ്ലി ആണ്. ഇനി ഞാൻ ഈ kൻ്റെ വാല്യൂ ഒന്ന് നീക്കി നോക്കാം. kൻ്റെ വാല്യൂ നമ്മൾ സ്ലൈഡറിൽ ഇങ്ങനെ നീക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആകണമെങ്കിൽ അത് രണ്ടും കൂട്ടിമുട്ടണം. നിങ്ങൾക്ക് ഗ്രാഫ് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിമുട്ടണം. അതായത് LHL RHL ഈക്വൽ ആകണമെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടണം. അപ്പോൾ ഞാൻ 1.9 എടുത്തപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും അതെന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് നീക്കി നോക്കുന്നു. സ്ലൈഡർ ഞാനിങ്ങനെ നീക്കുന്നുണ്ടേ. സെലക്ഷൻ ടൂൾ എടുക്കായിട്ടാട്ടോ. സെലക്ഷൻ ടൂൾ എടുക്കാത്തത് കൊണ്ടാണ് സ്ലൈഡറിൽ തന്നെ വീണ്ടും ക്ലിക്ക് ആകുന്നത്. അപ്പോൾ 1.9 ഇങ്ങനെ. അപ്പോൾ നോക്ക്, kൻ്റെ വാല്യൂ 2 ആയപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് 3ൽ അത് 3, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് അതും 3. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്ക് നിങ്ങൾ, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ 2x മൈനസ് 3. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ 2 × 3 6 മൈനസ് 3 3. ഇവിടെ നമ്മൾ 3 കൊടുക്കുന്ന സമയത്ത് 3 × 3 9 മൈനസ് 6 3. അപ്പോൾ LHL RHL ഈക്വലാ. ചോദ്യം അതല്ല. ചോദ്യം എന്താണെന്നറിയോ, നിങ്ങളുടെ ആ ലിമിറ്റ് 3 ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതായത് അത് k എന്താകുന്ന സമയത്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ k ഇവിടെ നോക്കി, ഇവിടെ സ്ലൈഡറിൽ നോക്കിയാൽ മതി. k 2 ആകുന്ന സമയത്താണ് ഇതിപ്പോൾ എന്തായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആൻസർ എന്താണെന്നറിയോ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, kയുടെ വാല്യൂ 2 ആകണം. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ഫംഗ്ഷൻ ബിക്കം കണ്ടിന്യൂസ്. വാല്യൂ ഓഫ് k ഈസ് 2. അപ്പോൾ kയുടെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 2x മൈനസ് 3 എന്ന് വരും. അതാണ് വ്യത്യാസം. k 2 ആകുമ്പോഴാണ് അത് കണ്ടിന്യൂസ് ആവുക. കാര്യം മനസ്സിലാക്കുക, ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ക്യൂ ഇവിടെ കാണട്ടോ. k ഈക്വൽ ടു 2 ആകുമ്പോഴാണ് ഇത് കണ്ടിന്യൂസ് ആകുന്നത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണാം നിങ്ങൾക്ക്. നമ്മുടെ ഈ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്താൽ, അതായത് ജിയോജിബ്രയിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത ഒരു മാർക്കും kയുടെ വാല്യൂ 2 ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 1 മാർക്കും, അങ്ങനെ 2 മാർക്കാണ് അതിന് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാർക്കിൻ്റെ. ഇനി അടുത്ത ചോദ്യം നോക്കും. ക്രിയേറ്റ് എ സ്ലൈഡർ k വിത്ത് ഇൻക്രിമെൻറ്റ് 0.1 യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് f of x ഈക്വൽ ടു if x less than 0 k into x square minus 1 x greater than 0 2x plus 1. Draw the graph of the function f of x. Find the value of k for which function become continuous. അത് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇതേ സെയിം സാധനം തന്നെ ഇവിടെ ചെയ്ത ഫംഗ്ഷൻ ഒന്ന് മാറുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു എയും ബിയും സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വേറൊരു ചോദ്യമുണ്ട്, അത് ചെയ്യാം. മൂന്നാമത്തത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, സെയിം ക്വസ്റ്റ്യൻ ആണ്. Create 2 sliders a and b with increment 0.1. Draw the graph of the function using input command. അപ്പോൾ ഞാൻ ആദ്യം എയും ബിയും ഇൻക്രിമെൻറ്റ് 0.1 ഉള്ള 2 സ്ലൈഡറുകൾ ക്രിയേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്.
അപ്പം ഞാൻ ആദ്യം സ്ലൈഡറുകൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് പുതിയതായിട്ട് തന്നെ ചെയ്യാം. നോക്ക്, 2 സ്ലൈഡറുകൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്നാമത്തത് എ, ഇൻക്രിമെൻറ്റ് 0.1 പറഞ്ഞത്. അപ്പോൾ ഇൻക്രിമെൻറ്റ് 0.1 കൊടുത്തു, ഓക്കെ അടിച്ചു. ആൻഡ് അതേപോലെ തന്നെ വി വാണ്ട് ടു ക്രിയേറ്റ് 1 മോർ സ്ലൈഡർ. ആൻഡ് അത് നിങ്ങൾ ബി എന്ന് പേരൊന്നും കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ അടിക്കുമ്പോൾ തന്നെ എ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതിൻ്റെ പേര് ബി എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് അതിൻ്റെയും ഇൻക്രിമെൻറ്റ് എന്ത് കൊടുക്കുക? 0.1 കൊടുക്കുക. 0.1. അപ്പോൾ 2 സ്ലൈഡറുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എയും ക്രിയേറ്റ് ചെയ്തു, ബിയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ 2 സ്ലൈഡറുകളും അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നിങ്ങൾ ആ ഫംഗ്ഷൻ എന്താ നോക്ക്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ എ ഇൻറ്റു ആണ് കേട്ടോ. ഇത് ഈ സിമ്പിൾ ഇൻറ്റു ആണ്. എ എക്സ് പ്ലസ് ബി. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ 1. അപ്പോൾ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ആദ്യം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ 3 അല്ലേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് 3. അപ്പോൾ ഇഫ് കണ്ടീഷൻ വെച്ചോ. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസും ചെയ്തിട്ടുണ്ട്. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ കോമ. അപ്പോൾ എന്താ വരിക? 3 അല്ലേ. 3 എന്നല്ലടാ, 3. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ എക്സ് പ്ലസ് ബി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ കോമൺ ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ കോമ. അപ്പോൾ എന്താ ഫംഗ്ഷൻ വരുന്നത്? എ എക്സ് പ്ലസ് ബി. അപ്പോൾ എ എക്സ് പ്ലസ് ബി. അപ്പോൾ അതും കിട്ടിയേ. കോമ ഒന്നുകൂടി ഉണ്ടടാ, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3ഉം 2 എണ്ണല്ലേ കിട്ടിയത്. ആൻഡ് കമാൻഡ് ഒക്കെ ഇവിടെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി അങ്ങ് ചെയ്താൽ മതി. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ 1 പറഞ്ഞത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്തോ. അതും കൂടി ടൈപ്പ് ചെയ്താൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ 1 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. കിട്ടി. ഇതാണ് ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. ഏതൊക്കെ പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇവിടെ ഇവർ വരച്ചത് നമുക്ക് കറക്റ്റ് നോക്കട്ടതാ. ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. ഇങ്ങനെ തന്നെയാണ് നമുക്കും കിട്ടിയത്. ആൻസർ കീയിൽ അങ്ങനെ ഉള്ളത്, നമുക്കും കിട്ടിയത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞ കാര്യം എന്നുള്ളത് നോക്കിക്കേ. ക്രിയേറ്റ് 2 സ്ലൈഡർ, ഇൻക്രിമെൻറ്റ് 0.1 കൊടുത്തു. ആ കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ഡ്രോ ചെയ്തു. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താകണം? അതാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മളെ എയുടെയും ബിയുടെയും വാല്യൂ ഇത് കണ്ടിന്യൂസ് ആകുന്ന റീജിയൻ ഏതാണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എ ഇവിടെ കണ്ടിന്യൂസ് ആയി. 0.9 എടുത്ത സമയത്ത് എ കണ്ടിന്യൂസ് ആയി. കാരണം നോക്ക് നിങ്ങൾ, ഇതെന്തായി ഈ എൻ്റെ വാല്യൂ 0.9 ആകുന്ന സമയത്ത് ഇവിടെ 1 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. പക്ഷെ നമുക്ക് 3 കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അല്ലാതെ 1 മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കാര്യം എന്ത്? ഇവിടെ ബ്രേക്കിംഗ് സംഭവിച്ചില്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൂടി നടത്തി നോക്കുക. ബി നോക്കുന്ന സമയത്ത് അപ്പോൾ ബിയും ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റൂല. അപ്പോൾ ബി ഇവിടെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്. ഇപ്പോൾ ബി റെഡിയായി. അപ്പോൾ എൻ്റെ പിന്നെയും മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൊടുത്തത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കൂടിയൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ശരിയാവുണ്ടാവും. ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. ഇങ്ങനെ കൊണ്ടുവന്നാലേ അത് കറക്റ്റ് ആവും. അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ശരിയാകാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊരു മാറ്റം കൂടി വരുത്തേണ്ടി വരും. ഏകദേശം ഇങ്ങനെ. ഇപ്പം ഏകദേശം റെഡി ആകുന്നുണ്ടേ. ഇല്ല, പോരാ. ഇനിയും എന്തോ ഒരു ചെറിയൊരു ചേഞ്ച് കൂടിയും വേണം. ഇവിടെ ഇപ്പം കറക്റ്റായി. ബി 4.3ലാണ്. ഇനി എയുടെ വാല്യൂ ഒന്ന് കറക്റ്റ് കിട്ടിയാൽ മതി. അത് എയുടെ വാല്യൂ നോക്കുന്ന സമയത്ത് ബി 4.3 ആണ്. എ ആണെങ്കിലോ എ -1.1. ഓക്കെ, ഇവിടെ കറക്റ്റായി. -1.3. ബിയുടെ വാല്യൂ അപ്പോൾ ഇനി മാറ്റേണ്ടി വരിക. ബിയുടെ വാല്യൂ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഇപ്പം രണ്ടും ഒരുമിച്ച് മാറ്റണം. ഓക്കെ, ഗ്രാഫ് നല്ലതുപോലെ നോക്കിക്കോ. നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആകുന്ന റീജിയൻ എന്ന് പറയുന്നത് ബി ഒരു 4 ഒക്കെ എടുത്ത് നോക്കുക. ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഓക്കെ ആയില്ല. അപ്പോൾ ബി ഒരു താഴോട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡിയായി. അത് നിങ്ങളിങ്ങനെ നീക്കി നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. സ്ലൈഡർ വെച്ച് നിങ്ങളത് നീക്കി നോക്കുക തന്നെ വേണോ. ഞാൻ ഒരു -1 ഒക്കെ എടുത്ത സമയത്തും ഇതിങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. ബി മാറ്റി നോക്കുന്ന സമയത്ത് അത് കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ അവിടെ മറ്റേ ഭാഗത്ത് കൂട്ടിമുട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്ത് നിങ്ങളിങ്ങനെ നോക്കണം. എന്നാലേ ശരിയാവും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നോക്കി അത് സെറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എ -1 ആയപ്പോഴല്ലേ കിട്ടിയത്. എ -1. അപ്പോൾ ബി വരുന്നത്
ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അത് നിങ്ങൾ സ്ലൈഡർ വെച്ച് ഇങ്ങനെ നീക്കി നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയത് ഇപ്പോൾ ആ ഗ്രാഫ് മുറിയില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. A-1 B4 ആയ സമയത്താണ്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്തേണ്ടതും എങ്ങനെ തന്നെയാണെന്നറിയോ? നോക്കിക്കേ, A-1 B4 ആണ് നമ്മുടെ ആൻസർ കീയിലും വരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ആൻസർ കീ നോക്കാനൊന്നും ആൻസർ കീ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത നോക്കിക്കോ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B so that F is continuous at 3 but discontinuous at 1. 1ൽ ഡിസ്കണ്ടിന്യൂസും 3ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം. 1ൽ കണ്ടിന്യൂസും 3ൽ ഡിസ്കണ്ടിന്യൂസും, അത് പിന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി 3ൽ ഡിസ്കണ്ടിന്യൂസ് ആയ പോരെ. അപ്പോൾ 1 കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ 1ൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ൽ കയറ്റി വെച്ചാൽ മതി. അപ്പോൾ 3ൽ ഡിസ്കണ്ടിന്യൂസ് ആയി. അപ്പോൾ അത് കുറേ ഓപ്ഷൻസ് വരും കേട്ടോ. ആക്ച്വലി ഇത് ഇങ്ങോട്ട് എടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ അതാ അങ്ങനെയാണെങ്കിൽ വരുന്നത്, നേരത്തെ ഞാൻ 1.4 എടുത്തപ്പോഴല്ലേ, ഇപ്പോൾ അതാ നോക്ക്, ഇപ്പോൾ 1.4 പകരം ഞാൻ 4.1 എടുത്തില്ലേ. ഇപ്പോഴും എന്താ, 1ൽ കണ്ടിന്യൂസാ ആൻഡ് 3ലാണ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂസ് വരുന്നത്. അത് നോക്ക് നിങ്ങൾ, 3ൽ ഡിസ്കണ്ടിന്യൂസാ അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് രണ്ടും ഒരുമിച്ചല്ലല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യം ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B so that F is continuous at 3 discontinuous at 1. സോറി, നമ്മൾ ചെയ്ത് തല തിരിച്ചാ. കണ്ടിന്യൂസ് അറ്റ് 3 ആണ് പറഞ്ഞത്, ഡിസ്കണ്ടിന്യൂസ് അറ്റ് 1. അപ്പോൾ നോക്കിക്കോ, ഒന്നുകൂടി മാറ്റി ചെയ്യാം. ഐഡിയ മനസ്സിലാക്കിയാൽ മതി. 3ൽ കണ്ടിന്യൂസ് ആകണം. 3ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ നോക്കുക, 3ൽ കണ്ടിന്യൂസ് ആകണമെങ്കിൽ 3ൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി, 3ൽ കണ്ടിന്യൂസ് ആയി, 1ൽ ഡിസ്കണ്ടിന്യൂസ് ആയി. അപ്പോൾ A2 ആകണം, B-5 മാത്രമായാൽ മതിയോ? B-5 ഉള്ള വേണമെങ്കിൽ നമുക്ക് മാറ്റിയൊക്കെ നോക്കാം. വേറെ എന്തോ ആകുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ടോ നോക്കാം. ചിലപ്പോൾ വേറെ എവിടെയും വരികയുണ്ടാവില്ല കേട്ടോ. A2 B-5 ആണ് ഇപ്പോൾ കറൻറ്റ്ലി. ആൻഡ് എന്തെങ്കിലും ചെയ്താൽ മാറുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ A2ൽ തന്നെ വെച്ചു. ഞാൻ ബീൻ്റെ വാല്യൂ ഒന്ന് മാറ്റി നോക്കി. അപ്പോഴും എനിക്കിത് കണ്ടിന്യൂസ് ആകണം. കണ്ടിന്യൂസ് ആകണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടെ കണ്ടിന്യൂസ് ആയി. അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ മാറ്റുന്നതിനനുസരിച്ച് മറ്റേത് മാറില്ല. ഇവിടെയും കണ്ടിന്യൂസ് ആയില്ല കേട്ടോ. ഇവിടെ ഒരു -1 കൊടുത്തു നോക്കി. വെറുതെ, ഇതൊക്കെ ഞാൻ വെറുതെ കൊടുക്കുന്നതാണ്. അതാ നോക്ക്, B-1.1ഉം A-0.1 എടുത്തപ്പം 3ൽ കണ്ടിന്യൂസാ, Aയിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലും ആൻസർ ചെയ്താം. ഇനിയിപ്പോൾ ഞാൻ മാറ്റിയിട്ട് 2 ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. Aയിൽ 2 എടുത്താൽ Bയിൽ എത്ര എടുക്കണം നോക്കുക, അത് കണ്ടിന്യൂസ് ആകണമെങ്കിൽ. B-5ഉം A2 എടുത്തിട്ടുണ്ടെങ്കിലും 3ൽ കണ്ടിന്യൂസ് ആണ് ആൻഡ് 1ൽ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിൽ മാറ്റാം. ഇവിടെ തന്ന ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ കീയിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. A0യും B1ഉം ആകുന്ന സമയത്ത് അതും ശരിയായിരിക്കാം. മേ ബി A0യും B1ഉം എടുത്തു നോക്ക് നിങ്ങൾ. A0 എടുത്തു, B1ഉം എടുത്തു, A0 B1. ഇപ്പോഴും സെയിം സാധനം തന്നെ. ഫംഗ്ഷൻ എന്താണ്? ഇവിടെ കണ്ടിന്യൂസാ, ഇവിടെ 3ൽ കണ്ടിന്യൂസാ, പക്ഷേ ഇവിടെ 1ലോ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അതിന് നിങ്ങൾ ഏത് ആൻസർ ചെയ്താലും പ്രശ്നമല്ല. ആ ഒരു കണ്ടീഷൻ മാത്രം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇതിൽ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ്. ഉള്ളിലൊക്കെ കണ്ടീഷൻ കൊടുത്തിട്ട് കോമ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആണെങ്കിലുള്ള തിയററ്റിക്കൽ സംഭവം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിൽ മൂന്നും സെയിം ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആകൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂറ്റിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലൈഡറിൽ ഏത് വാല്യൂ മാറ്റുന്ന സമയത്താണ് എന്നുള്ള ചോദ്യം വരും. അത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കിയാലേ കിട്ടും. അപ്പോൾ അത് കിട്ടില്ല എന്ന് വിചാരിക്കരുത്, എന്തായാലും കിട്ടും. പക്ഷേ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നോക്കി കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അതേപോലെ ചെയ്തു നോക്കുക. സോ കണ്ടിന്യൂറ്റിയുടെ ലാബ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ കാണാം, ബൈ.